ഓം ശാന്തി. നമ്മൾ ആരാണോ, എന്താണോ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കി ഈശ്വരൻ ആരാണോ, എന്താണോ, മനസ്സും ബുദ്ധിയും കൊണ്ട് വിവേചിച്ചറിഞ്ഞ് ഏകാഗ്രതയോടെ സ്നേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ ആധാരത്തിൽ ഭഗവാൻ ഓർമ്മിക്കുന്ന പ്രക്രിയയാണ് രാജയോഗം. മെഡിറ്റേഷൻ എല്ലാവർക്കും അഭ്യസിക്കാവുന്നതാണ്. ഗൃഹസ്ഥത്തുള്ളവരെ ഇത് അഭ്യസിക്കുമ്പോൾ കുടുംബത്തിൽ ഒരുമയും സ്നേഹം ഉണ്ടാകും. അഡ്ജസ്റ്റ് ചെയ്യാനും സഹിക്കാനും പരസ്പരം കുറ്റങ്ങളെയും കുറവുകളെയും ക്ഷമിച്ച് ഉൾക്കൊണ്ട് ഒരുമയോടുകൂടി മുന്നോട്ട് പോകാനും മെഡിറ്റേഷൻ അഭ്യസിക്കുന്നത് സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല ഏകാഗ്രത കിട്ടും. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകും, മെമ്മറി പവർ ഡെവലപ്പാകും. അഡിക്ഷൻസൊക്കെ ഉള്ള ആൾക്കാർക്കും മെഡിറ്റേഷൻ അഭ്യസിക്കുമ്പോൾ നല്ല ഇന്നർ സ്ട്രെങ്ത് കിട്ടും. അതുകൊണ്ട് ഈ അഡിക്ഷൻസ് നിന്നൊക്കെ മുക്തമാകാൻ പറ്റും. തൊഴിൽ രംഗത്തുള്ളവർക്ക് തൊഴിലിൽ മികവ്, കാര്യക്ഷമത വർദ്ധിക്കും. അതുകൊണ്ട് കൂടുതൽ പ്രവീണരായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സ്ട്രെസ് ഉള്ളവർ, ഡിപ്രഷൻ, ഇന്നത്തെ കാലത്ത് അതങ്ങ് പരക്കെ കോമൺ ആയി തീർന്നിരിക്കുകയാണ്. ഡിപ്രഷനും നല്ല ഉത്തമ ഔഷധമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്വാഭിമാനം ഉണ്ടാവുകയാണ്. നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നത് കൊണ്ട് പുറമേയുള്ള പ്രഷർ നമുക്ക് പ്ലഷറായിട്ട് എടുക്കാൻ സാധിക്കും, അഭിമുഖീകരിക്കാൻ സാധിക്കും. എന്ത് അസുഖം ഉണ്ടെങ്കിലും എല്ലാ രോഗങ്ങളും മനോജന്യമാണ്. നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആകുമ്പം, ശുഭം ചിന്തിക്കാൻ തുടങ്ങുമ്പം, മനസ്സ് ദൃഢമാകുമ്പം രോഗങ്ങളെ മാറ്റാൻ പറ്റും. ഇനി വലിയ രോഗമാണെങ്കിൽ പോലും, ഇനി മാറില്ലെങ്കിൽ പോലും മരുന്ന് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. മെഡിറ്റേഷൻ്റെ അഭ്യാസം ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് സഹായിക്കും. രാജയോഗ മെഡിറ്റേഷൻ മനസ്സിനുള്ള എക്സസൈസാണ്. രാജയോഗ മെഡിറ്റേഷനിൽ ചുണ്ട് പോലും അനങ്ങേണ്ട ആവശ്യമില്ല, നാക്ക് പോലും അനങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് സുഖപ്രദമായിട്ടുള്ള ഒരു ആസനത്തിലിരിക്കാം. ഏത് ആസനത്തിലാണോ ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് ഇളകാതിരിക്കാൻ പറ്റുന്നത്, അതാണ് നമ്മുടെ സുഖാസനം. തറയിൽ വേണമെങ്കിൽ ഇരിക്കാം, സോഫയിൽ വേണമെങ്കിൽ ഇരിക്കാം, സുഖമായിട്ടിരിക്കാം. കിടന്നുകൊണ്ട് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. വെച്ചാൽ മെഡിറ്റേഷൻ്റെ വിചാരങ്ങൾ നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കുന്നു. അപ്പോൾ കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ പിന്നെ അത് ഉറക്കമായിട്ട് മാറും. അതുകൊണ്ട് കുറച്ച് ഈശ്വരനെ ഓർമ്മിക്കാതിരിക്കാനല്ലോ, അതുകൊണ്ട് ഒന്ന് അലേർട്ടായിട്ട് അതേസമയത്ത് സുഖമായിട്ടിരിക്കുക. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് ബുദ്ധി കൊണ്ട് കാണണം. മനോനേത്രം, ബുദ്ധിനേത്രം എന്ന് പറയാം. മനസ്സും ബുദ്ധിയും കണ്ണാണ്. അതുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് കാണുമ്പം മനസ്സും ബുദ്ധിയും ഒരു സ്ഥലത്തായതുകൊണ്ട് മനസ്സ് അലയില്ല. അല്ലെങ്കിൽ ഈശ്വരനെ ഓർമ്മിക്കാതിരിക്കുമ്പോൾ എല്ലാവരുടെയും പരാതിയാണ് മനസ്സ് പല സ്ഥലങ്ങളിൽ അലയാണ് എന്ന്. മെഡിറ്റേഷനിൽ മനസ്സ് ചിന്തിക്കുന്നതിനെ ബുദ്ധി കാണുന്നതിൽ ഏകാഗ്രമായതുകൊണ്ട് അലയാൻ സാധ്യത കുറവാണ്, അലയില്ല. കുറച്ച് ദിവസം ചെയ്യുന്തോറും നമ്മുടെ ഏകാഗ്രതയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ശബ്ദത്തിൻ്റെ തരംഗങ്ങൾക്ക് എത്താൻ പറ്റുന്ന ദൂരത്തിനൊരു പരിധിയുണ്ട്. ശംഖനാദോ മണിനാദോ നമ്മുടെ ഭജൻസോ അതൊക്കെ ഒരു പരിധി വരെ. പ്രകാശത്തെ അതിനേക്കാൾ ദൂരെ പോകാൻ പറ്റും. മനസ്സിൻ്റെ വിചാരങ്ങൾക്ക് ദൂരേക്ക് വ്യാപിക്കാൻ സാധിക്കും. നിശ്ചലമായിട്ടുള്ളൊരു കുളത്തിൽ നമ്മളൊരു കല്ലിടുകയാണെങ്കിൽ കുറേ നേരത്തേക്ക് അലകളുണ്ടായിട്ട് ആ കുളത്തിൻ്റെ അങ്ങേ അറ്റം വരേക്ക് എത്തും. അതാണ് മെഡിറ്റേഷൻ്റെ സയൻസ്. ശാന്തമായിട്ടുള്ള മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിചാരങ്ങളുടെ ഊർജം മുഴുവനും ഭൂമിയുടെ ഓരോ കോണിലേക്കും എത്തും, ദീർഘനേരം പ്രസരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശബ്ദം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലൊക്കെ വളരെ എഫക്റ്റീവാണ് മെഡിറ്റേഷനിലൂടെയുള്ള ഊർജ്ജ തരംഗങ്ങളുടെ പ്രസരണം. മാത്രമല്ല സൈലൻസിൻ്റെ ശക്തിക്ക് ഭഗവാനിലെത്താൻ സാധിക്കും. മെഡിറ്റേഷൻ അഭ്യസിക്കും തോറും നമുക്ക് നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ ഈശ്വരനെ അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറോ ചെയ്യുന്ന രാജയോഗത്തിൻ്റെ അഭ്യാസം നമ്മുടെ 24 മണിക്കൂറിനെ സ്വാധീനിക്കുന്നുണ്ട്. രാജയോഗം ഈ അരമണിക്കൂർ നമ്മൾ ഇരുന്ന് ശാന്തമായിട്ട് ചെയ്യുന്ന ആ സമയം മാത്രമല്ല യോഗം ജീവിതശൈലിയാണ്. നമ്മുടെ മുഴുവനും ജീവിതത്തെ, മുഴുവനും ദിവസത്തെ യോഗം സ്വാധീനിക്കുന്നുണ്ട്. രാവിലെ എത്ര മണിക്ക് ഉണരണം, ഏത് മാനസികാവസ്ഥയിലാണ് ഉണരേണ്ടത്, എങ്ങനെയാണ് ഉണരേണ്ടത് എന്നത് മുതൽക്ക് പകൽ മുഴുവനും എന്തെങ്കിലും അഡ്വേഴ്സ് സിറ്റുവേഷൻസ് വരുമ്പം, പരീക്ഷകളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളൊക്കെ വരുമ്പം എടുത്തു ചാടി റിയാക്ട് ചെയ്യാതെ സംയമനത്തോടെ ശാന്തചിത്തരായിട്ട് എങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നത് വരയ്ക്കും. രാത്രി ഗഹനമായിട്ട് ഉറങ്ങാനും ഉറക്കത്തിൽ സ്വപ്നങ്ങൾ പോലും ഇല്ലാണ്ട് ഗഹനമായ നിദ്ര കിട്ടാനും രാജയോഗ മെഡിറ്റേഷൻ്റെ അഭ്യാസം സഹായിക്കുന്നു. അതുകൊണ്ട് രാജയോഗ പ്രാക്ടീസ് നമ്മുടെ 24 മണിക്കൂറിനെയും നമ്മുടെ ഓരോ വിചാരം, വാക്ക്, കർമ്മത്തെയും നമ്മുടെ ഫീലിങ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. രാത്രി നമുക്ക് നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടിയതുകൊണ്ട്
നല്ല സുഖനിദ്ര ആയതുകൊണ്ട് രാവിലെ വെളുപ്പിന് തന്നെ എണീക്കാൻ പറ്റും. ഇവിടെ ക്ലാസ്സിന് വരുന്നവർ 8 മണിക്കും 7 മണിക്കൊക്കെ ഉണർന്നുകൊണ്ടിരുന്നവർ പോലും കുറച്ച് ദിവസം രാജയോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വെളുപ്പിന് എഴുന്നേൽക്കുന്നത് ശീലമായി അവർക്ക് നേരത്തെ എണീക്കാൻ പറ്റും. ഒട്ടും ക്ഷീണിക്കാണ്ട് ഫ്രഷ് ആയിട്ട് എണീക്കാൻ സാധിക്കും. നല്ല ഊർജ്ജസ്വലതയോടുകൂടി എണീക്കാൻ സാധിക്കും. അതുപോലെ പകൽ മുഴുവനുള്ള കർമ്മക്ഷേത്രത്തിലും മനസ്സിനെ ഭാരിച്ചതാകാണ്ട്, ടെൻഷൻ അടിക്കാണ്ട്, ഉത്തരവാദിത്തങ്ങൾ തികച്ചും റിലാക്സ്ഡ് ആയിട്ട് കളിക്കുന്നത് പോലെ, കൊച്ചുകുട്ടികൾ എത്ര സന്തോഷത്തോടെ കളിക്കുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. കുടുംബത്തിലെ ആയിക്കോട്ടെ, ജോലി സ്ഥലത്തെ ആയിക്കോട്ടെ, 1 മണിക്കൂർ എടുത്ത് ചെയ്ത നമ്മുടെ ജോലികളൊക്കെ വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അതും റിലാക്സ്ഡ് ആയിട്ട്, ഹാപ്പി ആയിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്താലും നമ്മൾ ക്ഷീണിക്കില്ല. വൈകുന്നേരവും നമ്മൾ ഫ്രഷ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റപ്പോഴത്തെ അതേ മനസ്സിൻ്റെ അവസ്ഥയും ദേഹത്തിൻ്റെ അവസ്ഥയും വൈകുന്നേരം വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വൈകുന്നേരവും നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല അഭ്യസ്തവിദ്യരാണ്. ശരിയെന്താ, തെറ്റെന്താ, എന്താണ് വേണ്ടത്, എന്താണ് കളയേണ്ടത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണ് കള്ളന്മാർ രാത്രിയിൽ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത്? മോഷണം തെറ്റാന്നവർക്കറിയാം. എന്തുകൊണ്ടാണ് കുട്ടികൾ നുണ പറയുന്നത്? അവർ ചെയ്ത് തെറ്റാന്നവർക്കറിയാം. അതുകൊണ്ടാണ് നുണ പറയേണ്ടി വരുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ശരിയെന്താ തെറ്റെന്താന്ന്. മോഷ്ടാവിനും അറിയാം തെറ്റെന്താ ശരിയെന്താണ് എന്ന്. അറിഞ്ഞറിഞ്ഞും തെറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്? ആന്തരിക ശക്തിയുടെ അഭാവം. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നോറും വേണ്ടാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് ശക്തമായിട്ട്, ദൃഢമായിട്ട് പറയാനുള്ള എനർജി നമുക്ക് ലഭിക്കുകയാണ്. വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി കിട്ടുകയാണ്. രാവിലെ നമ്മൾ ഉണരണം. നമുക്കറിയാം ഇത്ര മണിക്ക് ഉണരണമെന്ന്. ചിലപ്പോൾ അലാറം വെച്ചിട്ടുണ്ടാവും. അലാറം ഓഫ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ്സ്, 5 മിനിറ്റ് തന്നെ കിടക്കും. പിന്നെ അവസാനം ഒത്തിരി തിരക്ക് പിടിച്ച്, സ്ട്രെസ്സ് പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ കറക്റ്റ് സമയത്ത് ഉണർന്നിരുന്നെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഉണരേണ്ട സമയത്ത് നോ എന്ന് പറഞ്ഞിട്ട് ഇനി കിടക്കരുത്, ഇത് ഉണരേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് എണീക്കാനുള്ള ശക്തി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് ലഭിക്കുകയാണ്. ഒരാൾ എന്തൊക്കെയോ കാണിച്ച് നമുക്ക് ദേഷ്യം വന്നു. നമ്മുടെ ഫീലിങ്സിനോട്, നമ്മുടെ ആന്തരിക വിചാരങ്ങളോട് നോ എന്ന് പറയാൻ ദേഷ്യം കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല. സ്നേഹം വളരെ വലിയ ആയുധമാണ്. സ്നേഹത്തിലൂടെ അസംഭവ്യത്തെ സംഭവ്യമാക്കാൻ പറ്റും. അതുകൊണ്ട് ദേഷ്യപ്പെടില്ല, ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് നമ്മളോട് ശക്തമായിട്ട് പറയാനുള്ള എനർജി നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോറും ലഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ ബന്ധുക്കളോ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചിലപ്പം അവരുടെ ടെംപ്റ്റേഷൻ കാരണം നമ്മുടെ മേലെ സമ്മർദ്ദം ചെലുത്തുകയാണ്. നമുക്കപ്പോൾ ഉള്ളിൽ നിന്ന് ശക്തിശാലിയായിട്ട് നോ എന്ന് പറയാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാവും എത്ര നന്നായി, അത്ര ആവശ്യമില്ലാത്ത ടെൻഷനിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തമാകാൻ സാധിച്ചെന്ന് നമുക്കും മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും. അതിനുള്ള എനർജി നമുക്ക് മെഡിറ്റേഷൻ്റെ പ്രാക്ടീസിലൂടെ ലഭിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേ ദിവസം അല്ലെങ്കിൽ ന്യൂ ഇയർ അങ്ങനെ എന്തെങ്കിലും നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഞാനിനി മദ്യപിക്കില്ല, പുകവലിക്കില്ല എന്നൊക്കെ. കുറച്ച് ദിവസമൊക്കെ നമ്മൾ കടുംപിടുത്തമൊക്കെ പിടിച്ച് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പണ്ടത്തേനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതലാവും. എന്തുകൊണ്ടാണ്? ഈ ശീലത്തിനോട് നമുക്ക് നോ പറയാൻ ഉള്ള ശക്തി നമ്മുടെ അകത്തില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, പ്രതിജ്ഞ എടുത്തതാണ്. വേണമെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മകൻ അമ്മയ്ക്ക് പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ടും അവർക്കത് പാലിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള എനർജി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് രാജയോഗ മെഡിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നമ്മുടെ ദുഃഖത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ദിവസം അവസാനിച്ചിട്ട് സന്തോഷത്തിൻ്റെ ദിവസം ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ തന്നെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അഭ്യസിക്കാൻ തുടങ്ങാം. ഓം ശാന്തി.